ഈ സമാധാന നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ടത് ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റു വിഭാഗങ്ങളും സമ്മതിക്കണം എന്നുള്ളതാണ്. അതായത് അതിൽ തുരങ്കങ്ങളും ആയുധ നിർമ്മാണശാലകളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണോത്സുക അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും പുനർനിർമ്മിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിൽ സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും ഒരു കീഴടങ്ങളിലേക്ക് തന്നെ വരും ഷാക്കിർ. അല്ലെങ്കിൽ ഹമാസ് ഇത് അംഗീകരിക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു മറ്റൊരു ദിശയിലേക്ക് പോകും. ഗാസ സമാധാന പദ്ധതി പൊളിയും. പക്ഷേ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുകയാണ്. ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് തെറ്റിദ്ധരിപ്പിക്കണ്ടേ. ഞാൻ ഇസ്രായേലും അമേരിക്കയും അതിന്റെ എതിരെ ഹമാസിനെ അല്ല ആക്രമിക്കുന്നത്. ഇവരാക്രമിക്കുന്നത് നിരപരാധികൾ പലസ്തീനികളല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ തൊട്ട് മുമ്പ് മോഹൻ വർഗീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ടു നോക്കുക. അദ്ദേഹം ഒരു പരിധി വരെ വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാചകത്തോടെ എനിക്ക് വിയോജിപ്പുള്ളത്, യുദ്ധത്തിന്റെ ഇരകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്നറിയില്ല. ഈ മഹാത്മാഗാന്ധി മരിക്കുന്നതിന് മുമ്പ് 1948 ഇസ്രായേൽ രാജ്യം ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപിച്ച സമയത്ത് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ബ്രിട്ടന് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ പോലെ അറബുകൾക്ക് അതേ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പലസ്തീൻ. 2 വർഷം മുൻപ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെയാണ് ഇന്ത്യ അപലപിച്ചത്. ശ്രീ സാക്കിർ, അത് പലസ്തീനെതിരെയുള്ള ഒരു നിലപാടായിരുന്നില്ല. പലസ്തീനികൾക്കെതിരെയുള്ള ഒരു നിലപാടായിരുന്നില്ല. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെയുള്ള നിലപാടായിരുന്നു അത്. മറ്റന്നാൾ അതിന്റെ 2ാം വാർഷികം വരാൻ പോവുകയാണ്. എന്നും പറയാൻ സമ്മതിക്കും പ്ലീസ്. ശ്രീജിത്ത് പണിക്കർ നിങ്ങൾക്ക് ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കും വലിയ ബേജാറുണ്ടോ? ഇസ്രായേൽ എന്ന ക്രൂരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ലോക ജനത, ലോക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പലസ്തീന് സമാധാനം ഉണ്ടാവണമെന്നാണ്. ആ സമാധാനത്തിനെതിരെ അമേരിക്കയും ഇസ്രായേലുമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ഹമാസിന് പറയേണ്ട. ഹമാസിന്റെ സൈനികരെ അല്ല ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കൊലപ്പെടുത്തിയതും നിരപരാധികളായിട്ടുള്ള അത് ഗാസയിലെ ജനങ്ങളെ ഷീൽഡാക്കി വെക്കുന്നതും ഹമാസ് തന്നെയാണ്. നിങ്ങൾ നേരത്തെ അദ്ദേഹം പറയും 23 ലക്ഷം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ 23 ലക്ഷം ജനങ്ങൾ വലിയ വിഭാഗത്തെ ഇവർ ഇപ്പൊ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കൂട്ടർ പലായനം ചെയ്തു. ഇപ്പൊ 2 ദിവസം മുമ്പ് നെതന്യാഹു പറഞ്ഞത് എന്താണ്? ഗസയിലെ ഈ മുഴുവൻ 23 ലക്ഷം ജനങ്ങളും മാറി താമസിക്കണമെന്നാണ്. ഇപ്പൊ ഇവർ മാറി താമസിച്ചു 23 ലക്ഷമാണ്. ഒരു കുട്ടി പോലും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രകടനത്തിന്റെ വിഷ്വൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ്? കൈ കൊട്ടിക്കൊണ്ട് അവർ ഒരു തരം നൃത്തമാടുകയാണ്. ഇസ്രായേൽ എത്ര ബോംബ് വർഷിച്ചാലും അമേരിക്ക എത്ര പിന്തുണ കൊടുത്താലും ഞങ്ങളുടെ ജന്മരാജ്യത്ത് നിന്ന് ഒരടി പിറകോട്ട് പോകുന്ന മാറി നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ മരിച്ചു വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലിറങ്ങിയത് ഹമാസ് ആണോ? അത് നിങ്ങൾ എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഹമാസ് അല്ല, പലസ്തീനിയന്മാരാണ്, പലസ്തീനി ജനങ്ങളാണ്. ഹമാസിനെ മറ പിടിച്ച് ആ നിരപരാധികളെ കൊല്ലുന്നതിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ ആരും അല്ലെ നമ്മൾ ആരും ഹമാസ് എന്ന സംഘടനയെയോ അവരുടെ പ്രവർത്തനത്തെയോ അല്ല. ഇപ്പൊ 194 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങൾ മാത്രമാണ് UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നത്. അവരിപ്പോ ഇല്ലാതെയായി. എന്താ കാരണം? അത് ഹമാസിന് സപ്പോർട്ടാണോ? അല്ലല്ലോ. അവിടെ പലസ്തീനിൽ സമാധാനം ഉണ്ടാവട്ടെ. ആ പലസ്തീൻ മണ്ണ് പലസ്തീൻ ജനതയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. അവിടെ പോയി പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ഇസ്രായേലിന്റെ ശ്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോകരാജ്യങ്ങളിൽ 90% ആണെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഹമാസിന് ചുറ്റിപ്പറ്റി അതിന് തകർക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് ക്ഷീണം പറ്റുമ്പോൾ അവിടെ സങ്കടപ്പെടണം നിൽക്കല്ലേ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് സന്തോഷത്തോടെ ഇപ്പൊ പ്രകടനം നടത്തുന്നത് ഹമാസിന്റെ ആളുകളല്ല, പലസ്തീൻ ജനത തന്നെയാണ്. അവരെന്തിനാണ് സന്തോഷിക്കുന്നത്? യുദ്ധം അവസാനിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുള്ള സന്തോഷത്തിലാണ്. അല്ലല്ല, ഇസ്രായേലിന് അനുകൂലമായി താങ്കൾ സംസാരിച്ചതിനെയാണ് ഷാക്കിർ എതിർക്കുന്നത്. അല്ല, നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കിർ. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാണ്. ഷാക്കിർ, ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലല്ല, കുറച്ച് പൗരബോധം കാണിക്കാം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് മറുപടി കേൾക്കുക. ഞാനിത് പറയുന്ന ഉടനെ താങ്കൾ പ്രൊവോക്ഡ് ആവുകയും താങ്കൾ ഹമാസിന്റെ വക്താവ് അല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഞാൻ മറുപടി ആദ്യം പറയട്ടെ. ഒന്ന്, ഹമാസിനെ ചർച്ചയിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ ന്യായീകരിക്കുകയും എന്നാൽ ഹമാസിന്റെ വക്താവല്ല എന്ന് പറയുകയും എന്നാൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് 2 പൊസിഷനുകളും പറയുന്ന ആൾക്കാരെ ഇസ്രായേലിന്റെ വക്താക്കളാണ് എന്ന് സ്ഥിരം രീതിയിലത്തേക്ക് ചാപ്പയടിക്കുകയും ചെയ്യുകയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്.
ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് താങ്കൾക്ക് ഉള്ളിൽ തോന്നുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതിനിധി അല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ പതിവാണ് ഷാക്കിർ. അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പതിവാണ്. മഞ്ജുഷ്, ഇങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം ചർച്ചയ്ക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമാണ്. നിങ്ങളോടുള്ള വാദത്തിനുള്ള മറുപടിയാണ്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കിറിന് എന്താ പൊള്ളുന്ന? എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? അപ്പം ഉണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിർ? നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുന്നത് ഭീകരരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കെതിരെ, ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി എന്തിനാ ഷാക്കിറെ? നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക, ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ. അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ. ഷാക്കിർ അറിഞ്ഞില്ലേ? ഷാക്കിറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ ഷാക്കിറെ? ഷാക്കിറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, നിൽക്കട്ടെ. കണ്ടോ, ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കിർ എന്തിനാ അതിന് പറയുന്നേ? തീവ്രവാദികളെ പറ്റിയാ ഷാക്കിറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട ഷാക്കിറെ. ഞാൻ പറയുന്നത് തീവ്രവാദികൾക്കെതിരെ, നിങ്ങൾക്കെതിരെ അല്ലെന്നേ ഷാക്കിറെ. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് പറയട്ടെ. ഷാക്കിറെ ബഹളം ഉണ്ടാക്കല്ലേ? തീവ്രവാദികൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ രോഷം കൊള്ളുന്നേ? ഞാൻ പറയുന്ന പോയിന്റ് തീവ്രവാദികൾക്കെതിരെയാണെന്നേ. മഞ്ജുഷ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തീവ്രവാദികളുടെ ബേസ് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ നമ്മൾ ആക്രമിച്ചത് എന്തിനാ? പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ആക്രമിച്ചപ്പോ ഇന്ത്യ തിരിച്ചടിച്ചു. നമ്മുടെ പൗരന്മാരെ ഇവിടെ കൊന്നപ്പോ 28, 26, 23 പൗരന്മാരെ അല്ലേ കൊന്നത്? എന്നാൽ സമാനമായിട്ടുള്ള ആൾക്കാരെ അപ്പുറത്ത് കൊന്നിട്ട് നമ്മൾ അതങ്ങ് നിർത്താം എന്നല്ല തീരുമാനിച്ചത്. മറിച്ച് ഇതിനു വേണ്ടിയിട്ട് ആക്രമണത്തിന് വന്നിരിക്കുന്നവന്റെ എയർബേസുകൾ അടക്കം മുടിക്കും, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ചുട്ടരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഏതാണ് പ്രൊപ്പോർഷനേറ്റ് എന്നും ഏതാണ് ക്ലോഷർ എന്നും തീരുമാനിച്ചത് ആരാണ്? നമ്മുടെ രാജ്യമാണ് തീരുമാനിച്ചത്. അതേപോലെ 2023 ഒക്ടോബർ 7 നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രായേലിൽ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് 1200 മുതൽ 1500 ആൾക്കാരെ വരെ കൊന്നപ്പോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അല്ലാതെ ഹമാസ് പോലൊരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ, നമ്മുടെ കാശ്മീർ പഹൽഗാമിൽ അറ്റാക്കിന് വന്നിരിക്കുന്നത് പോലത്തെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനത്തിനെ UN പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് UN ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷാക്കിറെ, നമ്മൾ വക്താവല്ലെങ്കിലും. പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയെ ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ പോകുന്നത് എന്തിനാ? ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എടുക്കുന്ന തീരുമാനമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ ഷാക്കിറെ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ? സംഘികളല്ലല്ലോ, സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ ഷാക്കിറെ? ശരി, ഒരു അവസരം ഷാക്കിർ കൂടി. ഷാക്കിർ എന്താണ്? അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണ്ടേ? അതായത് നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങള്, ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ നിങ്ങൾ ഈ ജാതി കൊലപ്പെടുത്തിയല്ലോ. അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ്. ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചെന്നേ, അതിലുണ്ടായിരുന്നു
ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബഹുമാനെ കൊന്ന് പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിന്റെ ചന്ദ്രികയിൽ ശരി ശരി, ആ അച്ചടിച്ച് തർക്കത്തിലേക്ക് പോകേണ്ട. ഇനി ശ്രീ നിങ്ങളെ കള്ളക്കഥകളെ അല്ല കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിനെ വിശ്വാസമില്ല, യാഹിയ സിൻവറൊക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? നിങ്ങളുടെ പാർട്ടിയുടെ ശരി ശരി, ഞാൻ നിർത്തുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ കരുതുന്നുണ്ടോ നാളെ വൈകിട്ട് അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ഗാസ സമാധാന പദ്ധതി നിലവിൽ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അതത്ര പെട്ടെന്ന് നിലവിൽ വരാൻ സാധ്യതയില്ല. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പെട്ടെന്ന് അവർ സമ്മതിച്ചു കൊടുക്കാൻ യാതൊരു വിധത്തിലും ന്യായമില്ല. അവർ ചിലപ്പോൾ കുറച്ച് ബന്ദികളെ വിട്ടുകൊടുക്കും, അതിനപ്പുറം മറ്റൊരു കാര്യത്തിലേക്ക് അവരിപ്പോൾ പോകില്ല. പക്ഷേ അവരുടെ അന്ത്യം വരെ ഈ കാര്യത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് പലസ്തീൻ എന്നുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പേരിൽ പോലും ആരും മുറവിളി കൂട്ടാനില്ലാതാകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്.